Every day new wishes rise. Every time it pushes try. As time passes through garden green, she whispers wishes to the scene. In the wind her voice does blend. Nature listens like a friend as she wins. ആ ഹലോ, നീ എവിടെയാ? ഞാനൊരു സ്ഥലം വരെ പോവാടാ. അപ്പൊ നീ ഇന്ന് പടത്തിന് വരില്ലേ? ഞാൻ വരും. ഞാനേ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി വന്നയാ. പെണ്ണിനെ കാണാനാ? ആടാ, ഒരു അൺഒഫീഷ്യൽ പെണ്ണ് കാണല. അമ്മയുടെ ഏതോ ഫ്രണ്ടിന്റെ മോളാ, ഒരു അശ്വതി അനിൽകുമാർ. ഓ, എനിക്കുണ്ടൊരു തള്ള. എടാ, നമുക്കൊക്കെ 30 വയസ്സാവിന് വളരെ കുറച്ചാളേ ഉള്ളൂ. എത്രയും പെട്ടെന്നൊരു പെണ്ണൊക്കെ കെട്ടി സെറ്റിലാവണം. ഇതേ മുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. ശരി, നീ എന്തായാലും പോയിട്ട് വിളിക്ക്. ഞാൻ എന്തായാലും വിളിക്കാടാ, നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാം. Steps on grass like magic lay. Whispered dreams in bright array. Petals fall, her hopes in tow. Echoes answer soft and slow. In the wind her voice does blend. Nature അതെ, ആരോ ഒരാളുടെ വരാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓട്ടോ എടുത്താ പോരെ? ഹാരിയല്ലേ? അതെ. കുട്ടിയാണോ? കുട്ടി ഏത് കുട്ടി? അമ്മ പറഞ്ഞ കുട്ടി. പക്ഷെ ഫോട്ടോ കാണാൻ അശ്വതിയാണോ? എടോ, തനിക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ശില്പ. നമ്മൾ ഒരുമിച്ചൊരു ക്യാമ്പ് ചെയ്തിട്ടുണ്ട് മാവേലിക്കര. മാവേലിക്കര ക്യാമ്പ് ഓർമ്മയുണ്ട്, പക്ഷെ തന്നെ അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ തന്നെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ലല്ലോ. താനല്ലേ ക്യാമ്പിൽ വെച്ചിടത്തിന്റെ കൈതല്ലി പിടിച്ചത്? ഇപ്പോഴും ഗുണ്ടയാണോ? അത് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പം ഈ മാസൊക്കെ കഴിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. പിന്നെ അപ്പോഴത്തെ ഒരു മൈൻഡും വൈബും ഒന്നും അല്ലല്ലോ ഇപ്പൊ തന്ത്രവായോ? അങ്ങനല്ല. അക്രമങ്ങളിൽ നിന്നും മാക്സിമം നമ്മൾ ഒഴിഞ്ഞു നടക്കുന്നു. സമാധാനമാണ് ഒരു മെയിൻ സാധനം. താൻ ഏത് സ്കൂളിലായിരുന്നപ്പോ? ഞാൻ കോട്ടയം സെന്റ് മേരീസിലെ. കോട്ടയം സെന്റ് മേരീസ്? ഓർമ്മ കിട്ടുന്നില്ല. ഇവിടെ എന്താ പരിപാടി? സ്റ്റാഫ് ആണോ ഇവിടുത്തെ? അല്ല, ഇത് എന്റെ റെസ്റ്റോറന്റാ. ഓ, ഇത് തന്റെ റെസ്റ്റോറന്റ് ആണോ? അടിപൊളിയാണല്ലോ. കല്യാണം കഴിച്ചതാണോ? ഇല്ല. അല്ല, വേറെ ഒന്നും തോന്നല്ലേ. ഞാനൊരു പെണ്ണ് കാണാൻ വേണ്ടിട്ട് വന്നതായിരുന്നു ഇവിടെ. ഓ, എന്നിട്ട് എവിടെ? അല്ല, ഇവിടെ ഉണ്ടായിരിക്കുന്ന പറഞ്ഞത്. അപ്പോഴേ പെണ്ണ് വരുമ്പോ നമ്മളിങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം കാണുമ്പോ തന്നെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കണ്ടല്ലോ. എന്നാ ഞാൻ പോയേക്കാം. ഇപ്പൊ പോണ്ട, വരുമ്പോഴത്തേക്കൊന്ന് പോയാൽ മതി. ഓക്കെ. ഹാരി ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ സിനിമയില്. ഓ, ഫിലിം ഫീൽഡ് ആണോ? അല്ല, ഞാൻ ഈ സിനിമ കയറാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. LLB കഴിഞ്ഞതാ, പക്ഷെ അതിനോട് താല്പര്യമില്ല. അപ്പൊ പണിക്കൊന്നും പോകുന്നില്ലേ? അത് സിനിമ കയറിയാ പിന്നെ വേറെ പണിക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. സത്യത്തിലേ അതുകൊണ്ടാണ് ഇപ്പൊ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചതും. ജോലിയുള്ള ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാഷന്റെ പുറകെ പോവുകയും ചെയ്യാം. പിന്നെ ഈ പണിക്ക് പോയിട്ട് സിനിമയിൽ കയറലൊന്നും നടക്കത്തില്ല. നമ്മള് പാഷന്റെ പുറകെ പോകണമെങ്കിൽ നമുക്ക് ഒരു ഫ്രീഡവും ആ ഒരു പരിപാടി വേണം. എന്തായാലും താൻ തന്റെ പാഷൻ സെറ്റാക്കിയല്ലോ, അടിപൊളി. എങ്കിൽ തന്റെ ഒരു നടക്കട്ടെ. പിന്നെ താൻ ധൈര്യമായിട്ട് തന്റെ പാഷന്റെ പുറകെ പൊക്കോട്ടോ. എനിക്കൊക്കെയാ. Echoes answer soft and slow. In the wind her voice does blend. Nature listens like a friend. As she wins she adds her cup to the sky and lifts it up. അപ്പോ അമ്മ എന്നെ കാണിച്ച കുട്ടി അതാരാ? അതെന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോയാ. ഞാൻ തന്നെ ആന്റിയോട് പറഞ്ഞേ അവളുടെ ഫോട്ടോ കൊടുത്താൽ മതി. ഓ, എനിക്ക് ആ ഫോട്ടോ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ പഴയ ഗുണ്ടായിസൊക്കെ ഇപ്പോഴും ഉണ്ടോന്ന് അറിയണ്ടേ? തന്റെ ഈ ഇന്നസെൻസ് എനിക്ക് വർക്കാണ്. ക്യാമ്പ് തൊട്ടേ വർക്കാണ്. സത്യത്തിലെ ആ ക്യാമ്പിലെ താൻ ഇഷ്ടമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇത്ര വർഷം വേസ്റ്റ് ആയി പോത്തില്ലായിരുന്നല്ലോ.
അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ റെസ്റ്റോറൻ്റ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ ടൈമുണ്ട്. അപ്പൊ നമ്മുടെ വിജയണ്ണനും ഉണ്ണിക്കണ്ണനും ഒക്കെ പറയുന്നത് ശരിയല്ലേ? നനച്ച വേണ്ടി വരുമല്ലേ?